ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ മൂന്നാം തവണയും കേന്ദ്രത്തിൽ NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മന്ത്രിസഭയിൽ 72 അംഗങ്ങൾ. പ്രധാനമന്ത്രിക്കൊപ്പം 30 ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്നാഥ് സിംഗ്, അമിത് ഷാ, JP നദ്ദ, നിതിൻ ഗഡ്കരി, S ജയശങ്കർ തുടങ്ങിയവർ കേന്ദ്രമന്ത്രിമാർ. സഹമന്ത്രിമാരായി കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിൽ. 7 വനിതകൾ, നിർമ്മല സീതാരാമനും അന്നപൂർണ ദേവിയും ക്യാബിനറ്റ് പദവിയുള്ള വനിതാ മന്ത്രിമാർ. രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൌഢഗംഭീരമായ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി വിദേശ രാഷ്ട്രത്തലവന്മാരും. സിക്കിമിൽ പ്രേംസിംഗ് തമാങ് മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഒഡീഷയിൽ BJP മന്ത്രിസഭ ബുധനാഴ്ച അധികാരമേൽക്കും. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് നാളെ തുടക്കം. വാർത്തകൾ വിശദമായി. BJP നേതാവ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ മൂന്നാം തവണയും കേന്ദ്രത്തിൽ NDA മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം 71 മന്ത്രിമാർക്കും രാഷ്ട്രപതി ദ്രൌപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. मैं भारत की प्रभुता और अखंडता अक्षुण्ण रखूंगा. मैं संघ के प्रधानमंत्री के रूप में अपने कर्तव्यों का श्रद्धापूर्वक और शुद्ध अंतःकरण से निर्वहन करूंगा. മന്ത്രിമാരിൽ 30 പേർ ക്യാബിനറ്റ് പദവിയുള്ളവരും 5 പേർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാരുമാണ്. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിതിൻ ഗഡ്കരി, ശിവരാജ് സിംഗ് ചൌഹാൻ, നിർമ്മല സീതാരാമൻ, S ജയശങ്കർ, മനോഹർ ലാൽ, പീയൂഷ് ഗോയൽ, ധർമ്മേന്ദ്ര പ്രധാൻ, സർബാനന്ദ സോനോവാൾ, വീരേന്ദ്രകുമാർ, പ്രഹ്ലാദ് ജോഷി, ജുവൽ ഓറാം, അശ്വനി വൈഷ്ണവ്, ജ്യോതിരാദിത്യ സിന്ധ്യ, ഭൂപേന്ദ്ര യാദവ്, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്, അന്നപൂർണ ദേവി, കിരൺ റിജിജു, ഹർദീപ് സിംഗ് പുരി, മൻസുഖ് മാണ്ഡവ്യ, G കിഷൻ റെഡ്ഡി, CR പാട്ടീൽ, റാവു ഇന്ദ്രജിത് സിംഗ്, ജിതേന്ദ്ര സിംഗ്, അർജുൻ റാം മെഘ്വാൾ, ജിതിൻ പസാദ, ശ്രീപത് യെസോ നായക്, പങ്കജ് ചൌധരി, കൃഷൻ പാൽ, നിത്യാനന്ദ റായ്, V സോമണ്ണ, SP സിംഗ്, ശോഭാ കരന്ദ്രാജെ, കീർത്തിവർദ്ധൻ സിംഗ്, BL വർമ്മ, ശാന്തനു താക്കൂർ, സുരേഷ് ഗോപി, L മുരുകൻ, അജയ് തംത, ബണ്ടി സഞ്ജയ് കുമാർ, കമലേഷ് പാസ്വാൻ, ഭഗീരഥ് ചൌധരി, സതീഷ് ചന്ദ്ര ദുബെ, സഞ്ജയ് സേഠ്, രവ്നീത് സിംഗ്, ദുർഗാദാസ് UK, രക്ഷ ഖഡ്സെ, സുഗാന്ത മജുംദാർ, സാവിത്രി താക്കൂർ, തോഖൻ സാഹു, രാജ്ഭൂഷൺ ചൌധരി, ഭൂപതി രാജു ശ്രീനിവാസ വർമ്മ, ഹർഷ് മൽഹോത്ര, നിമു ബെൻ ഭാംബണിയ, മുരളീധർ മൊഹോൾ, ജോർജ് കുര്യൻ, പവിത്ര മാർഗരിറ്റ എന്നിവർ BJPയിൽ നിന്ന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഘടകകക്ഷികളിൽ നിന്നും HD കുമാരസ്വാമി, ജിതൻ റാം മാഞ്ചി, രാജീവ് രഞ്ജൻ സിംഗ്, രാം മോഹൻ നായിഡു, ചിരാഗ് പാസ്വാൻ, പ്രതാപ് റാവു ഗൺപത് റാവു ജാദവ്, ജയന്ത് ചൌധരി, രാംദാസ് അഠ്വാലെ, രാംനാഥ് ടാക്കൂർ, അനുപ്രിയ പട്ടേൽ, ചന്ദ്രശേഖർ പെമ്മസാനി എന്നിവർ മന്ത്രിമാരായി. മന്ത്രിസഭയിൽ ആകെ 7 വനിതാ മന്ത്രിമാരാണുള്ളത്. ഇവരിൽ നിർമ്മല സീതാരാമനും അന്നപൂർണ ദേവിയും ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാരാണ്. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്നിവരും പങ്കെടുത്തു. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ 2 മലയാളികളും തൃശൂരിൽ നിന്ന് 3/4 ലക്ഷത്തോളം വോട്ടുകൾക്ക് ജയിച്ച ചലച്ചിത്ര നടൻ കൂടിയായ സുരേഷ് ഗോപിയും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനുമാണ് കേന്ദ്ര സഹമന്ത്രിമാരായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ശ്രീ സുരേഷ് ഗോപി 52ാമനായി ഇംഗ്ലീഷിൽ ദൈവനാമത്തിലാണ് സത്യവാചകം ചൊല്ലിയത്. ജോർജ് കുര്യൻ 71ാമനായി സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു റിപ്പോർട്ട്. ആലപ്പുഴ സ്വദേശിയായ ശ്രീ സുരേഷ് ഗോപി 2016ലാണ് NDAയിൽ അംഗമായത്. NDA സ്ഥാനാർത്ഥിയായി തൃശൂരിൽ നിന്ന് 2019 ലോക്സഭയിലേക്കും 2021 നിയമസഭയിലേക്കും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. പിന്നീട് രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 65കാരനായ ശ്രീ സുരേഷ് ഗോപി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് 74,686 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ BJPക്കായി കേരളത്തിലിതാദ്യമായി അക്കൌണ്ട് തുറന്നു. ചലച്ചിത്ര മേഖലയിൽ സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും ശ്രീ സുരേഷ് ഗോപി നേടിയിട്ടുണ്ട്. 4.5 പതിറ്റാണ്ടായി BJPയിൽ സജീവമാണ് 63കാരനായ അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ.
കോട്ടയം കാണക്കാരി സ്വദേശിയായ അദ്ദേഹം നിലവിൽ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ, ദേശീയ നിർവാഹക സമിതി അംഗം, സംസ്ഥാന വക്താവ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഉപാധ്യക്ഷൻ, യുവമോർച്ച ദേശീയ ഉപാധ്യക്ഷൻ തുടങ്ങി നിരവധി ചുമതലകളും വഹിച്ചിട്ടുണ്ട്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ ജോർജ് കുര്യൻ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വിവിധ രാഷ്ട്രത്തലവന്മാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി. ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ, മാലദ്വീപ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മൊയ്സു, സീഷെൽസ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് അഫീഫ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന, മൌറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് കുമാർ ജുഗ്നാഥ്, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദാഹാൽ പ്രചണ്ഡ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിംഗ് തോബ്ഗെ തുടങ്ങിയ പ്രമുഖ വിദേശ നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി ശ്രീ നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. നേരത്തെ ഡൽഹിയിൽ ശ്രീ നരേന്ദ്രമോദിയുടെ വസതിയിൽ നേതാക്കൾക്കായി ചായ സൽക്കാരം നടത്തി. ബിജെപി നേതാക്കളായ അമിത്ഷാ, ജെ.പി. നഡ്ഡ, എസ്. ജയശങ്കർ, നിർമ്മല സീതാരാമൻ, നിതിൻ ഗഡ്കരി തുടങ്ങിയവർ സൽക്കാരത്തിൽ പങ്കെടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയത്. വിദേശ രാഷ്ട്രത്തലവന്മാരും പ്രതിനിധികളും പങ്കെടുക്കുന്നതിനാൽ ത്രിതല സുരക്ഷാ സംവിധാനം ഒരുക്കി. നഗരത്തിൽ പാരാഗ്ലൈഡറുകൾ, പാരാമോട്ടറുകൾ, ഹാങ് ഗ്ലൈഡറുകൾ, ഡ്രോണുകൾ, ഹോട്ട് എയർ ബലൂണുകൾ എന്നിവ പറത്തുന്നത് നിരോധിച്ചു. നാളെയും നിരോധനം തുടരും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സിക്കിം മുഖ്യമന്ത്രിയായി പ്രേംതിങ് സിംഗ് തമാങ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗാംഗ്ടോക്കിലെ പാൽജോർ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4-നാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യമന്ത്രിയോടൊപ്പം മറ്റു മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേൽക്കും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇത് 2ാം തവണയാണ് ശ്രീ തമാങ് മുഖ്യമന്ത്രിയാകുന്നത്. ഒഡീഷയിൽ ബിജെപി മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബുധനാഴ്ച നടക്കും. ഭുവനേശ്വറിലെ ജനതാ മൈതാനിയിൽ സത്യപ്രതിജ്ഞാ ചടങ്ങിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. കേന്ദ്ര നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ ബിജെപിയുടെ 78-അംഗ നിയമസഭാ കക്ഷിയോഗത്തിന് ശേഷമായിരിക്കും ചടങ്ങ്. അതേസമയം മുഖ്യമന്ത്രി ആര് എന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയാണ്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പ്രധാനമായും 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ വിശദമായി ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് സമ്മേളനം ചേരുന്നത്. 3ാം നരേന്ദ്രമോദി സർക്കാരിന് ആശംസകൾ നേരുന്നതായും 3 വർഷം പ്രധാനമന്ത്രിയോടൊപ്പം പ്രവർത്തിക്കാനായതിൽ സന്തോഷമെന്നും മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും വികസനത്തിനായി ബിജെപി പ്രവർത്തകനായി തുടരുമെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തെ ന്യൂഡൽഹിയിൽ പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി അഭിസംബോധന ചെയ്തു. പാർലമെന്റിൽ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതായി അവർ പറഞ്ഞു. INDA സഖ്യത്തിന്റെ ഉയർന്ന പ്രാതിനിധ്യവും ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും. ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ് യാത്രയും പാർട്ടിക്ക് കരുത്തേകിയതായും ശ്രീമതി സോണിയാഗാന്ധി വ്യക്തമാക്കി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് 51 ദിവസത്തെ അവധി നൽകുന്ന ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 31-ന് അവസാനിക്കും. ഇതര സംസ്ഥാന മത്സ്യബന്ധനയാനങ്ങളെല്ലാം തീരം വിട്ടുപോകണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. ട്രോളിംഗ് കാലയളവിൽ മത്സ്യമേഖലയിലെ തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകും. കേരളത്തിൽ അടുത്ത 4 ദിവസം ശക്തമായ കാറ്റിനും വ്യാപക മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ പാകിസ്ഥാൻ ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു. ന്യൂയോർക്കിലാണ് മത്സരം. ആദ്യ മത്സരത്തിൽ അമേരിക്കയോട് പരാജയപ്പെട്ട പാകിസ്ഥാന് നിർണായകമാണ് ഇന്നത്തെ മത്സരം. ഇന്ത്യ ആദ്യ മത്സരത്തിൽ അയർലൻഡിനെ തോൽപ്പിച്ചിരുന്നു. അമേരിക്ക, കാനഡ, പാകിസ്ഥാൻ, അയർലൻഡ് ടീമുകൾ ഉൾപ്പെട്ട ഗ്രൂപ്പ് എയിൽ നിലവിൽ അമേരിക്കയാണ് ഒന്നാമത്. പട്ടികയിൽ ഇന്ത്യ 2ാമതും പാകിസ്ഥാൻ 4ാമതുമാണ്. ചരിത്രരേഖാ ശേഖരങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ന് അന്താരാഷ്ട്ര ആർക്കൈവ്സ് ദിനം ആചരിക്കുന്നു. 2004 വിയന്ന അന്താരാഷ്ട്ര കോൺഗ്രസിന്റെ ഭാഗമായാണ് ചരിത്രരേഖാ ശേഖരങ്ങളുടെ പ്രാധാന്യം വിളിച്ചോതുന്നതിനായി പ്രത്യേക ദിനം ആചരിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രമേയം പാസാക്കിയത്. 2007 ജൂൺ 9 അന്താരാഷ്ട്ര ആർക്കൈവ്സ് ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. യൂറോപ്യൻ യൂണിയൻ പാർലമെന്റിലേക്കുള്ള വോട്ടെടുപ്പിന്റെ അവസാന ദിവസം ഇന്ന്. 720 അംഗ യൂറോപ്യൻ പാർലമെന്റിലേക്ക് 27 രാജ്യങ്ങളിൽ നിന്ന് 400 ദശലക്ഷത്തിലധികം പേർക്ക് വോട്ടവകാശമുണ്ട്. യുക്രൈൻ യുദ്ധം, കുടിയേറ്റം, കാലാവസ്ഥാ നയത്തിന്റെ ആഘാതം എന്നിവ യൂറോപ്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. പ്രധാന വാർത്തകൾ വീണ്ടും. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായ 3ാം തവണയും കേന്ദ്രത്തിൽ NDA സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. മന്ത്രിസഭയിൽ 72 അംഗങ്ങൾ. പ്രധാനമന്ത്രിക്കൊപ്പം 30 ക്യാബിനറ്റ് മന്ത്രിമാരും സ്വതന്ത്ര ചുമതലയുള്ള 5 സഹമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. രാജ്നാഥ് സിംഗ്, അമിത്ഷാ, JP നഡ്ഡ, നിതിൻ ഗഡ്കരി,
എസ് ജയശങ്കർ തുടങ്ങിയവർ കേന്ദ്രമന്ത്രിമാർ. സഹമന്ത്രിമാരായി കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിൽ. മന്ത്രിസഭയിൽ 7 വനിതകൾ. നിർമ്മല സീതാരാമനും അന്നപൂർണ ദേവിയും ക്യാബിനറ്റ് പദവിയുള്ള വനിതാ മന്ത്രിമാർ. രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൌഢഗംഭീരമായ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി വിദേശ രാഷ്ട്ര തലവന്മാരും. സിക്കിമിൽ പ്രേം സിംഗ് തമാങ് മുഖ്യമന്ത്രിയായി നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഒഡീഷയിൽ BJP മന്ത്രിസഭ ബുധനാഴ്ച അധികാരമേൽക്കും. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് നാളെ തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.